ഹലോ. ഇന്ന് നമ്മളിവിടെ നമ്മുടെ കുട്ടനാടുള്ള ഹൈലൈറ്റ് മാളിലോട്ട് വന്നതാണ്. ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വീട്ടിലെ ആൾക്കാരൊക്കെ ഇവിടേക്ക് പോയി, കോവളം, തിരുവനന്തപുരം, കന്യാകുമാരി അവിടേക്കൊക്കെ പോയപ്പോൾ എന്നാൽ പിന്നെ എന്തായാലും ഞങ്ങൾ ഒരു ഗ്രിൽഡ് അടിക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഹൈലൈറ്റ് മാളിലേക്ക് പോയതാണ്. ഹൈലൈറ്റ് മാളിൽ നിന്ന് ഞങ്ങൾ ഒരു ഫിഷൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ ഗ്രിൽഡ് അടിക്കാന്നുള്ളൊരു പരിപാടി. അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം കപ്പിത്താൻ്റെ സഹായി സാൻജോ, ഇത് നമ്മുടെ പുതിയൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ. അവനാണ് ആ ലിഫ്റ്റിൽ കയറി കളിക്കുന്നുണ്ടായിരുന്നത്, വിജയ്. അന്ന് ഇത്ര സാധനങ്ങളൊന്നും ഉണ്ടായില്ലോ. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാള് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഹൈലൈറ്റ് മാള് കാണാന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ എന്തായാലും അപ്പോൾ ഹൈലൈറ്റ് മാള് മുന്നത്തേലും കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കടകൾ, ഷോപ്പുകൾ, കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേ കൈകൊണ്ടങ്ങനെ കാണിക്കുന്നതാണ് നമ്മുടെ വിജയ്. പിന്നെ നമ്മുടെ സ്ഥിരം കപ്പിത്താൻ, തലമുറ അടിച്ച് ചുള്ളനായിട്ട് കപ്പിത്താൻ അവിടെ ഉണ്ട്. വേറെ പരിപാടി 11 മണി വരെ ഒന്നുമില്ല. ആള് ഇറങ്ങാൻ വേണ്ടി വേറെ ദിവസം വരാം. ഏത് വിഷാണോ മേടിക്കണേ? ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് മാളിലെ മീനിൻ്റെ സെക്ഷൻസ്. അത്യാവശ്യം ഒരുപാട് ടൈപ്പ് ഫിഷുകളുണ്ട് കേട്ടോ. അവർ നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സ് ചെയ്ത് തരും, കാര്യങ്ങളൊക്കെ ചെയ്ത് തരും, കുഴപ്പമില്ല. മീൻ ക്ലീൻ ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് ചെയ്തു തരും. അത് ഊള മീനാണ്. അതിന്റെ ചൂരുണ്ടെന്നല്ല വിശേഷം പറഞ്ഞ. അണ്ണെടുത്തോ, അണ്ണന് ഇഷ്ടമുള്ള മീൻ എടുത്തോ. വിജയണ്ണന് കൊച്ചു പിള്ളേരുടെ മനസ്സാ. ഇങ്ങനെ മീനൊക്കെ എടുത്ത് ആളിങ്ങനെ നോക്കി, ഇതേ മീനായിട്ട് വർത്താനൊക്കെ പറഞ്ഞ മീൻ്റെ വായൊക്കെ തുറന്നു നോക്കി. എന്തോ അറിയില്ല, എന്തോ ബുദ്ധിമാന്യം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ത്രാസിലൊന്ന് ഇട്ട് നോക്കിയോളം പറഞ്ഞതാ. അവരോട് കൂടി ആള് ചോദിച്ചില്ലേ, നേരെ ഇട്ട് ത്രാസൊക്കെ അവിടെ വീഴ്ത്തി അവരുടെ ഞങ്ങൾ ചീത്തക്ക് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അവര് ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അവരെന്തോ ഹിന്ദി പറയുന്നുണ്ട്. ഇവൻ എവിടെയോ മലേഷ്യയിലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഹിന്ദി പോയിട്ട് വേറെ എന്തൊക്കെയോ പറയുന്നതെന്ന് മനസ്സിലാവില്ല. ഇവൻ പറയുന്നത് അയാൾക്ക് മനസ്സിലാവില്ല, അയാൾ പറയുന്നത് നമുക്കും മനസ്സിലാവില്ല. ലാസ്റ്റ് ഞങ്ങൾ മീൻ ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയായി. എന്നിട്ടത് മീശക്കാരൻ അത് നീ ജാതി സൈസ് ആയിട്ടാ 6,990 രൂപ. അതൊക്കെ അവിടെ വെച്ചാൽ പൊട്ട സാധനങ്ങളാ ഒക്കെ വെച്ചോ. അങ്ങനെ ഞങ്ങളുടെ ഹൈലൈറ്റ് മാളിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫിഷൊക്കെ വാങ്ങിച്ചു. അവർ ഡ്രസ്സ് ചെയ്ത് ക്ലീൻ ആക്കി അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതേ ബില്ല് വിജയണ്ണൻ ഞെട്ടിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് മീനെ ഗ്രില്ലിന് കൂടി ഷെയർ ഇടുന്നു എന്നൊരു സംശയത്തിലാണ് ആള്. അപ്പോൾ ഞങ്ങളങ്ങനെ തന്നെ വീട്ടിൽ ചെന്ന് ഗ്രില്ലടിക്കാനുള്ള ഞങ്ങളുടെ ഒരു പരിപാടികളിലാണ്. ഞങ്ങളുടെ ഗ്രില്ലിൻ്റെ എപ്പിസോഡ് ഞങ്ങൾ പിന്നെ പോസ്റ്റ് ചെയ്യാം.